ഹാഗിയോസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മരണക്കുരുക്ക്. ചേട്ടാ വന്നെത്തി നോക്കുന്നേ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുമ്പോൾ വിളിക്കാമെന്ന്. അവിടെ പോയിരിക്കും. ചേട്ടാ, നിങ്ങളുടെ ഭാര്യയല്ലേ ഇപ്പൊ പ്രസവിച്ചത്. ഞാനിപ്പോ എത്രാമത്തെ തവണയാ പറയുന്നത് അറിയാമോ? ഓ, ഇവിടെ നിന്ന് കറങ്ങണ്ട, ആ ബെഞ്ചിൽ പോയിരിക്കെ. ഭാര്യ ഒന്ന് പ്രസവിച്ചോട്ടെ ചേട്ടാ. ഒന്ന് പോ സിസ്റ്ററെ, ആ പാവത്തിനെ കളിയാക്കാതെ. എന്നല്ലാതെ അയാളുടെ വെപ്രാളം കണ്ടാ തോന്നും പ്രസവവേദന അയാൾക്കാണ്. മാലാകമാരാണ് പോലും, മാലാകമാര്. വലിയ ശല്യമായല്ലോ. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ വന്ന് ഇതൊക്കെ അങ്ങ് ചെയ്യും, ഞങ്ങൾ അവിടെ പോയിരിക്കാം. മനുഷ്യത്വം തൊട്ട് തിന്നിട്ടില്ലാത്ത വർഗങ്ങള്. ഓ, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല സിസ്റ്ററെ. അയ്യോ, അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ സിസ്റ്ററെ. സ്നേഹമുള്ളവനാ, അല്ലെങ്കിൽ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ഇത്രയും വേവലാതിപ്പെടുവോ? ആള് പാവമാ. ഓ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോ ഒരസൂയ അല്ലേ? ഓ, ഒന്ന് പോ സിസ്റ്ററെ. വേണ്ടായിരുന്നു. ഞാൻ അവരെ വെറുതെ തെറ്റിദ്ധരിച്ചു, അവരെ വെറുതെ ബുദ്ധിമുട്ടിച്ചു. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ, എന്നെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാനുള്ള ആശയുണ്ടല്ലേ. ഞാൻ ജനിച്ചപ്പം എന്റെ അച്ഛൻ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും, നെഞ്ചോട് ചേർത്ത് പിടിച്ചെന്നെ ഒത്തിരി ഉമ്മ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും അവർക്ക് സമാധാനം കൊടുത്തിട്ടില്ല. എന്റെ അമ്മയും അച്ഛൻ പാവങ്ങളായിരുന്നു. എന്നെ പഠിപ്പിച്ച് വലിയവരാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ ഞാനെല്ലാം തകർത്ത് കളഞ്ഞു. ലഹരിയോ എന്നെ തകർത്തത്. തമാശയ്ക്ക് ഞാൻ കത്തിച്ചു തുടങ്ങിയോ ആ ലഹരി പുക എന്നെ തകർത്ത് കളഞ്ഞു. എനിക്ക് എന്റെ അച്ഛനിട്ട പേരെന്താണെന്ന് അറിയണം, സത്യശീലൻ. പക്ഷേ ഞാനൊരിക്കലും അവരോട് സത്യം പറഞ്ഞിട്ടില്ല. എല്ലാം എന്റെ നാശത്തിലേക്കായിരുന്നു. നിങ്ങളറിയണം എന്താണ് എന്റെ ജീവിതമെന്ന്. നിങ്ങൾ അറിയണം. അയ്യോ, കരയല്ലേടാ മുത്തേ, അമ്മയുടെ ചക്കര മുത്തല്ലേ, കരയല്ലേടാ. ഓ, കരയല്ലേ കരയല്ലേ. അച്ഛന്റെ പൊന്നു വാവയല്ലേ, മക്കള് കരയല്ലേ. ചേട്ടാ, നമ്മുടെ വാവയ്ക്കൊരു പേരിടണ്ടേ നമുക്ക്? ഈ കുഞ്ഞു വാവയുടെ പേരാണ് സത്യശീലൻ. ആഹാ, കൊള്ളാലോ, നല്ല പേര്. മോനെ സത്യശീല. ആഹാ, എന്റെ മോൻ നല്ല മോനല്ലേ, അച്ഛന്റെ പൊന്നു വാവല്ലേ. ആഹാ, കരയല്ലേ മോനെ. മോനെ കരയാതണ്ട കുട്ടാ. വാവോ വാവോ
വാവേ വാവോ 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 വാവേ വാവോ. എന്റെ മോൻ നല്ല മോനല്ലേ, എന്റെ പൊന്നുമാവല്ലേ. കരയല്ലേ മോനെ. മോനെ കരയാതെ കൂട്ടാ. കരയല്ലേടാ മുത്തേ, അമ്മയുടെ ചക്കര മുത്തല്ലേ, കരയല്ലേടാ. ഓ കരയില്ലേ. ഉടയിൽ വളരും നീ, കുഞ്ഞിക്കാലു വളരും നീ, കുഞ്ഞിക്കയ്യു വളരും നീ, കുഞ്ഞിപ്പല്ലു വളരും നീ. വാവോ വാവോ വാവേ വാവോ വാവേ വാവോ. എന്റെ മോൻ നല്ല മോനല്ലേ. ആഹാ കൊള്ളാലോ മോനെ സത്യശീല. നമ്മുടെ പൊന്നിനെ ആരാക്കും നാടിൻ നായകനാക്കാലോ. നന്മ നിറഞ്ഞീ ലോകത്തൂടി പാറി പാറി നടക്കട്ടെ, നന്മ നിറഞ്ഞീ ലോകത്തൂടി പാറി പാറി നടക്കട്ടെ. വാവോ വാവോ വാവേ വാവോ 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 വാവേ വാവോ. ഹലോ ഹലോ ഹലോ. ആ ചേട്ടാ സുഖമാണോ? സുഖമായി. നമ്മുടെ മോനെന്തേ? ആ അവൻ സ്കൂളിൽ പോയി ചേട്ടാ. എന്നോട് അവൻ അല്പം പിണക്കമുണ്ടെന്ന് തോന്നുന്നു. അവൻ ചോദിച്ച പൈസ കൊടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. നിനക്കറിയാമല്ലോ, അവന്റെ പഠനത്തിന് ഒരുപാട് പൈസ ചെലവുള്ളതുകൊണ്ടാണ് തീരെ വയ്യായെങ്കിലും ഈ മരുഭൂമിയിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്. ചേട്ടൻ വിഷമിക്കണ്ട, അവന് വിഷമൊന്നുമില്ല. നമ്മുടെ മോനല്ലേ, അവന് നമ്മുടെ കഷ്ടപ്പാടൊക്കെ അറിയാം. അവനിപ്പോ +1 ചേട്ടാ പഠിക്കുന്നേ. സ്കൂൾ കഴിഞ്ഞ് കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഇരുന്ന് പഠിച്ച് മിക്കവാറും രാത്രി അവൻ വീട്ടിലെത്തുമ്പോ. അതുകൊണ്ടാ ചേട്ടൻ വിളിക്കുമ്പോഴൊന്നും അവനെ കിട്ടാത്തെ. ശരി ശരി, ഇപ്പോൾ തന്നെ ഫോൺ ചാർജ് ഒരുപാടായി. ഞാനേ പിന്നീട് വിളിക്കാം. ശരി ചേട്ടാ, ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ വിളിച്ച കാര്യം ഞാൻ മോനോട് പറയാം. എവിടെ എവിടെ എന്റെ ലഹരി, എന്റെ മയക്കുമരുന്ന് എവിടെ? അവനത് കിടക്കട്ടെ, അവനാ കിടക്കട്ടെ, അവനാ തുറന്നു വിടണ്ട. കൂട്ടിയപ്പോ താക്കോല് ചെയ്തെടുക്കാം. പോലീസ് വരുന്നവരാണ് അവിടെ കിടക്കാം, തുറന്നു വിടണ്ട. അങ്ങനെ കൂട്ടിയ താക്കോല് ചെയ്തെടുക്കാം. എന്നെ തുറന്നു വിട്, തുറക്കാനാ പറഞ്ഞേ, എന്നെ തുറന്നു വിടാനാ പറഞ്ഞേ, തുറന്നു വിട്, എന്നെ തുറന്നു വിടാ. അയ്യോ ദൈവമേ, എന്റെ പൊന്നുമോനെ നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്ത് പറ്റി എന്റെ പൊന്നുമോനെ? നിനക്ക് എന്ത് പറ്റിയടാ? എനിക്ക് അല്പം മയക്കുമരുന്നാ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചാകും. എന്റെ തല പൊട്ടിത്തെറിക്കുന്നു. എന്റെ കുഞ്ഞ് എന്തൊക്കെയായി പറയുന്നേ? മയക്കുമരുന്നോ? എനിക്കൊന്നും അറിയില്ല ദൈവമേ. മയക്കുമരുന്നൊന്നും നമുക്ക് വേണ്ടടാ ദൈവമേ. എന്റെ കുഞ്ഞ് എന്റെ തല പൊട്ടിത്തെറിക്കുന്നു. എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് മയക്കുമരുന്ന് താ ദൈവമേ. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. ഹലോ.
ചേട്ടാ നമ്മുടെ മോൻ നമ്മുടെ മോൻ എന്ത് പറ്റി? നമ്മുടെ മോൻ ലഹരി വേണം. ഈ കരയാതെ കാര്യം പറ. നമ്മുടെ മോൻ എന്ത് പറ്റി? എനിക്ക് ലഹരി വേണം. എന്ത് പറ്റി? എന്ത് പറ്റി? അവിടെ കിടന്ന് മയക്കുമരുന്ന് വേണമെന്നൊക്കെ അവൻ പറയുന്നത്. നാട്ടുകാരൊക്കെ ചേർന്ന് മോനെ മുറി പൂട്ടിയിട്ടിരിക്കുക. എന്റെ തല പൊട്ടി തെറിക്കുന്നു. ഞാൻ എന്താ ചേട്ടാ ചെയ്യുന്നത്? തല പൊട്ടി തെറിക്കുന്നു. ചതിച്ചോ എന്റെ ദൈവമേ? എനിക്ക് ലഹരി ഇപ്പൊ വേണം. എന്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയിപ്പോയി. അമ്മ, ആരാണ് നമ്മുടെ കുഞ്ഞിനെ ചതിച്ചത്? ആർക്കറിയാം, എനിക്കൊന്നും അറിയില്ല. കൊറേ കൂട്ടുകാരില്ലേ അവന്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാനും എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? കേൾപ്പെന്ന് കേൾക്കുമ്പോൾ എയ്റോപ്ലെയിനും വലിയ കെട്ടിടങ്ങളും മുന്തിയ റെസ്റ്റോറന്റുകളും അത്തന്റെ മണവുമൊക്കെയാണ് വീട്ടിലിരിക്കുന്ന മനുഷ്യൻ. നെഞ്ചുരുകുന്ന ഈ വെയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. ദൈവമേ, എന്റെ കുഞ്ഞ് അവനെന്ത് പറ്റി? വണ്ടിലോട്ട് വീടാ വീടാനാ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ സാറേ. അവൻ പാവാ. ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോണേ. വിടാൻ പറ അമ്മേ. ആ ജീപ്പിലൊക്കെ പിടിച്ച് കേട്ടവനെ കേരള ഇങ്ങോട്ടും. എന്റെ പൊന്നുമോനെ. സത്യ, ഡോ സത്യ, സാറോ? താൻ എന്തായിരുന്നു സ്വപ്നം കാണുവാണോ? ഹേയ്, ഒന്നുമില്ല സാറേ. ഞാൻ എന്റെ പഴയ ജീവിതമൊക്കെ ഒന്ന് ഓർത്തു പോയതാ. ഓ, അതൊക്കെ പഴയ കഥകളല്ലേ. താനിപ്പോൾ പുതിയ സത്യശീലനല്ലേ? എല്ലാത്തിനും നന്ദിയുണ്ട് സാറേ. ലഹരിക്ക് അടിമപ്പെട്ട് കിടന്ന എന്നെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സാറല്ലയോ. ജീവിതകാലം മുഴുവനും കോടതി കയറി ഇറങ്ങിയാലും മയക്കുമരുന്ന് കൈവച്ചതിന്റെ കേസുകൾ തീരത്തില്ലെന്ന് എനിക്കറിയാം സാറേ. പക്ഷെ ലഹരിയില്ലാത്ത ഇപ്പോഴത്തെ എന്റെ ജീവിതമുണ്ടല്ലോ, എനിക്ക് ഏറെ സമാധാനം തരുന്നുണ്ട്. ഞങ്ങൾ എക്സൈസുകാരും മനുഷ്യരല്ലേ സത്യ? ലഹരിക്ക് അടിമപ്പെടുന്നവരെയും കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെയും ശരിയായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ഉദ്ദേശം. സത്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തി. താൻ അതനുസരിച്ചു. കൂടുതൽ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ താൻ കഠിനമായി പരിശ്രമിച്ചു. അതെ സാറേ, കേസിലകപ്പെട്ട് ജയിലിൽ കിടന്നപ്പം വീണ്ടും മയക്കുമരുന്ന് കടത്താനായി പലരും സഹായിക്കാമെന്നോട് പറഞ്ഞതാ. ജയിലിൽ നിന്ന് വരുമ്പം വലിയ കുറ്റവാളിയാകുമെന്ന് പറഞ്ഞ് പലരും പൂച്ചിച്ചു. പക്ഷേ പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. മനോരോഗാശുപത്രിയിലും ജയിലിലുമായിട്ട് സാറിന്റെ പുറകെ നടത്ത് എന്നെ ഒരു മനുഷ്യനാക്കി. അത് മതി സാറേ എനിക്ക്. അത് വളരെ ശരിയാണ് സത്യ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജനസൗഹൃദ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഇന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യം വന്നിട്ടുണ്ട്. ഇതിനായി കേരള സർക്കാർ വിമുക്തി എന്ന പേരിൽ ഒരു ലഹരി വർജന മിഷൻ തന്നെ രൂപീകരിച്ചിട്ടുമുണ്ട്. ഓരോ പ്രദേശത്തെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾപ്പെടുത്തി വിമുക്തി സേന രൂപീകരിച്ച് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം, കൗൺസിലിംഗ് സെന്റർ, സാമൂഹിക വിദ്യാഭ്യാസ കലാ കായിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിവരുന്നുമുണ്ട്. അതേതായാലും നന്നായി സാറേ. ഈ പ്രവർത്തനങ്ങളിലെ കുട്ടികളെയും യുവാക്കളെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ ചെറുപ്പം മുതലേ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് അവരൊന്ന് അറിഞ്ഞിരിക്കുമല്ലോ. അതെ, വരും തലമുറ ലഹരിയുടെ പിടിയിൽ പെടില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
പിന്നെ സത്യൻ എന്താ ഇവിടെ? സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനും മറന്നുപോയി സാറേ. എന്റെ ഭാര്യ ഇവിടെ പ്രസവത്തിന് കയറ്റിയിരിക്കുക. എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകും സാറേ. ഓ ശരി, എല്ലാം നന്നായി വരും സത്യ. എനിക്കല്പം ധൃതിയുണ്ട്, ഞാനൊന്ന് പോയിക്കോട്ടെ. ശരി സാറേ. ഭാര്യ കുഞ്ഞോട്ട് ഞാനൊരു സാറിനെ കാണാൻ വരുന്നുണ്ട്. ആ ശരി സത്യ. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകരും രക്ഷകർത്താക്കളും പറഞ്ഞു ഒന്നും കേട്ടില്ല. കാണുന്ന കോലങ്ങളെല്ലാം കെട്ടി. എന്തൊക്കെ കാണിച്ചാലും പഠിച്ചില്ലെങ്കിൽ ഒന്നും ആകത്തില്ലെന്ന് മനസ്സിലാക്കാൻ ഏറെ വൈകി. കൂടെ പഠിച്ചവരൊക്കെ നല്ല ജോലി മേടിച്ച് സുഖമായി ജീവിക്കുന്ന കണ്ടപ്പം നെഞ്ചിലൊരു നീട്ടല്. അസൂയ കൊണ്ടല്ല കേട്ടോ, അവരുടെ കൂടെ നടക്കാൻ കഴിയുന്നില്ലല്ലോ ഓർത്തപ്പം ഒരു വിഷമം, അത്രേ ഉള്ളു. സുശീലയുടെ ഭർത്താവ് സത്യശീലനുണ്ടോ? സത്യശീലൻ, സത്യശീലൻ ഇവിടെ ഉണ്ട് സിസ്റ്റർ. കുഞ്ഞിന്റെ തന്നു സിസ്റ്റർ. അച്ഛന്റെ ചക്രമുത്തിനെ ഒന്ന് കാണട്ടെ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞാവായത് എത്ര നാളെ ഞാൻ കാണാൻ കാത്തിരുന്ന എന്റെ പൊന്നുപോലാതേത്. കണ്ടും മൂക്കും ചെവിയും ഒന്നുമില്ലാത്ത എന്റെ ദൈവമേ, എന്റെ ദൈവങ്ങളെ ഇതെന്ത് പറ്റിയതാ എനിക്ക്? എനിക്ക് ഗതി എന്താണോ ഇങ്ങനെ വന്നത്? കാണട്ടെ എനിക്കിത്. കൊണ്ടുപോ, കൊണ്ടുപോ. ആരുമില്ലേ സിസ്റ്റർ? ഡോക്ടർ ആരുമില്ലേ ഇവിടെ? ആരെങ്കിലും ആയോ? സത്യ, എന്തോ ഡോക്ടറെ, എന്താ ഡോക്ടറെ ഇത്? എന്തുവാ ഡോക്ടർ എന്റെ കുഞ്ഞിങ്ങനെ ഇരിക്കുന്നത്? ഒരു മാംസമിണ്ട പോലെ ഇരിക്കുന്നത്. എനിക്കിത് കാണണ്ട. സത്യ, താൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് തീർത്തും ഒരു മാംസപിണ്ഡം തന്നെയാണ്. ഡോക്ടറെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ദുർവീതി വന്നത്? അന്ന് പറഞ്ഞതാ ഡോക്ടറെ. ചെറുപ്പം മുതലുള്ള തന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് ഇതിന് കാരണം. നാം കേട്ടിട്ടില്ലേ, മയക്കുമരുന്നിന്റെ ഉപയോഗം അവരുടെ തലമുറയെ കൂടി ബാധിക്കുമെന്ന്? അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവമേ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടും ഈ മയക്കുമരുന്നിന്റെ ശാപം എന്നെ പിന്തുടരുകയാണോ? എന്നെ വിട്ടു പോകത്തില്ല ഇത്. സത്യ, താൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം. അത് തന്റെ മാനസികവും ശാരീരികവുമായ തകർച്ചയ്ക്ക് പുറമെ തന്റെ പ്രത്യുൽപാദനപരമായ ശേഷി കൂടി നശിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ലഹരിയുടെ ഉപയോഗം തന്നെ വരാനിരിക്കുന്ന കൊടിയ ദുരന്തത്തിന്റെ വിത്താണ് നാം പാകുന്നതെന്ന് ഓരോരുത്തരും ഓർത്തിരിക്കുന്നതെന്ന്. സത്യന്റെ ജീവിതം ഈ സമൂഹത്തിന് ഒരു പാഠമാണ്. ഞാനാ എല്ലാത്തിനും കാരണം. എന്റെ കുഞ്ഞ് ഈ മണ്ണിലൊന്ന് പിറന്നു വീഴാൻ പോലും ഞാൻ അനുവദിച്ചില്ല. എല്ലാത്തിനും കാരണം ഈ നശിച്ച ലഹരിയ. ലഹരി ഈ ലഹരി കൊണ്ട് എന്തൊക്കെ ദുരന്തങ്ങളാ. ജീവിതകാലം മുഴുവനും കോടതി കയറി ഇറങ്ങിയാൽ തീരാത്ത തരത്തിലെ കേസുകൾ. അതൊരു വശത്ത്
ഇപ്പോൾ ഇതാ ഞാൻ ആശിച്ച ജീവിതവും ഈ മയക്കുമരുന്ന് നശിപ്പിച്ച്. ആരോട് പറയാനാ ഞാൻ? ആർക്ക് രക്ഷിക്കാൻ കഴിയും? എന്നെ കഴിയത്തില്ല, ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. ലഹരിക്ക് പുറകെ ആരും പോകല്ലേ മക്കളെ. ഞാനാ അതിനൊരു തെളിവ്. എന്റെ ജീവിതം നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ. ഇതൊരു കുരുക്കാണ് മക്കളെ, ഒരിക്കലും പുറത്തു ചാടാൻ കഴിയാത്ത മരണക്കുരുക്ക്. ഉള്ളിലുറഞ്ഞൊരു കനവുകളൊക്കെ ചിന്നിച്ചിതറുന്നേ, കളിച്ചിരി കാണാൻ കൂടിയ തുമ്പികൾ ഓടി മറയുന്നേ. കനവുകളെല്ലാം കനലുകളാക്കും ലഹരിതൻ വിഷബീജം. നിന്നാമ്പുണക്കുന്നൊരഗ്നിയാണ് ഈ ലഹരിക്കുരുക്ക്, ഈ ലഹരിക്കുരുക്ക്, ഈ മരണക്കുരുക്ക്.